PCODക്കാർ കഴിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകളിലും ഒരുപാട് പോസ്റ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതല്ലാതെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലാദ്യത്തേത് എക്സസൈസ് ആണ്. നമ്മൾ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നത് ശരീരഭാരം കുറക്കാൻ മാത്രമല്ല, പകരം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനും അതുപോലെ തന്നെ ഹോർമോണിന്റെ ക്രമക്കേടുകളൊക്കെ ഒന്ന് നോർമലാക്കാനും എക്സസൈസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് നമ്മൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ്. യോഗ, മെഡിറ്റേഷൻ പോലെ സമ്മർദ്ദം കുറക്കാനുള്ള ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഹോർമോണിന്റെ ഇംബാലൻസ് നോർമലാക്കുകയും PCODയുടെ ഒരുവിധം ലക്ഷണങ്ങളൊക്കെ ഈ സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ വല്ലാതെ മൈൻഡ് ചെയ്യാത്തതുമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 7 മുതൽ 9 മണിക്കൂർ വരെ വളരെ വൃത്തിയായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. നല്ല ഡെപ്തിലുള്ള ഒരു ക്വാളിറ്റി സ്ലീപ്പ് നമ്മളുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ കുറക്കാനായിട്ട് സഹായിക്കും. അതായത് PCOD സിംറ്റംസ് ആയാലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെങ്കിലും മെന്റൽ സ്ട്രെസ് ആണെങ്കിലും ഒക്കെ കുറച്ചൊരു നോർമൽ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് സഹായിക്കും.